നമസ്കാരം. അനസ് പാണാവള്ളി. ഇന്ന് രാവിലെ മുതൽ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തൊരു വിഷയം, ഞാൻ ബിനീഷ് ബാസ്റ്റിനിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ പറ്റിച്ച് കൊടുക്കാതെ മുങ്ങി നടക്കുന്നതായി ലോകം മുഴുവൻ. ഞാൻ ഒരുപാട് പേർക്ക് പൈസ കൊടുത്തിട്ടുണ്ട് കടമായിട്ട്. ഈ നമ്മുടെ ഒരു സുഹൃത്തുക്കളായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ പൈസ കടം മേടിക്കുന്നത്. നമസ്കാരം. അനസ് പാണാവള്ളി. ഞാൻ വളരെ പ്രയാസപ്പെട്ടും ബുദ്ധിമുട്ടും സങ്കടം സഹിക്കവയ്യാതെയാണ് ഈ വീഡിയോവുമായി. എല്ലാവർക്കും നമസ്കാരം. ബിനീഷ് ബാസ്റ്റിൻ അവനൊരു നാറിയാണ് എന്ന് പറയുന്നവര് ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക, കണ്ടിട്ട് മാത്രം സംസാരിക്കുക. എടേ, ഞാനിപ്പോ ഒരാൾക്ക് 10 രൂപ അല്ലെങ്കിൽ പോട്ട് ഒരു 50 രൂപ ഞാൻ കടം കൊടുത്തു. കടമാണ് കൊടുത്തത് കേട്ടോ, ദാനം കൊടുത്തതല്ല, കടമാണ് കൊടുത്തത്. ആ 50 രൂപ പറഞ്ഞ സമയത്തിന് തിരിച്ചു തരേണ്ട ഉത്തരവാദിത്തം എൻ്റെ കയ്യിൽ നിന്നും കാശ് വാങ്ങിക്കൊണ്ട് പോയവന് ഉണ്ട് അല്ലേ? എന്തൊക്കെ പറഞ്ഞാലും ഇന്ന ദിവസം തരാമെന്ന് പറഞ്ഞാൽ ആ ദിവസം തരണം. തന്നില്ലെങ്കിൽ അത് വെറും ഊളത്തനം തന്നെയാണ്. ഇട്ട് വലിപ്പിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം പറയാം. ഒരുത്തൻ വീട്ടു നടയിൽ വന്നു നിന്ന് കരഞ്ഞ് എന്ന് പറഞ്ഞ് മോങ്ങി ഞാൻ കടം ചോദിച്ചപ്പോൾ 10,000 രൂപ എടുത്ത് കടം കൊടുത്തായിരുന്നു. ഓക്കെ, 10,000 രൂപ കൊടുത്തിട്ട് അതിൽ 6,000 രൂപ തിരിച്ച് കൊണ്ടു തന്നു. ഇനിയും ബാക്കി 4,000 രൂപ തരാനുണ്ട്. ഞാൻ കരച്ചിൽ കണ്ട് മനുഷ്യപ്പറ്റ് കണ്ട് ഞാൻ എടുത്ത് കൊടുത്തതാണ്. ഇപ്പൊ അവൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി 4,000 രൂപയല്ലേ ഉള്ളൂ, തരാം. എൻ്റെ വായിരിക്കണം കുറെ കേട്ട്. അപ്പൊ ഇതാണ് വാങ്ങിക്കൊണ്ട് പോയപ്പോ അവൻ മറ്റേ അണ്ണാപ്പുൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ വാങ്ങിച്ചുകൊണ്ട് പോയി. എന്നാൽ അവസാനം ഇപ്പൊ വിളിച്ച് ബാക്കി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയല്ലേ ഉള്ളൂ, തരാം. അവൻ മറ്റേ നാട് വിട്ടൊന്നും പോകില്ല. ഈ ഒരു വർത്തമാനമാണ് പറയുന്നത്. അപ്പൊ തന്തയില്ലാത്ത പരിപാടിയല്ല എന്നോട് കാണിച്ചത്. ഓക്കെ, അതുകൊണ്ട് കടം വാങ്ങിക്കൊണ്ട് പോയാൽ ആ കടം വാങ്ങിയവൻ തിരിച്ച് പറഞ്ഞ സമയത്തിനുള്ളിൽ കൊടുക്കുക എന്ന ഒരു ഉത്തരവാദിത്തം കാണിക്കണം. അല്ല തൊട്ടിത്തനമല്ല കാണിക്കേണ്ടത്. ഇത്രയും പറഞ്ഞില്ലേ പിന്നെ അതിനെ മാങ്ങാ തൊലിക്കാനായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. ഞാൻ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആർക്കും കടം കൊടുക്കാറില്ല. എൻ്റെ അടുത്ത് ആരെയും കടം ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, കൊടുക്കൂല. അങ്ങനെ പൈസ ചോദിച്ചിട്ട് തിരിച്ച് ആരും തരാണ്ട് പോകുന്ന മറ്റേ കുണച്ച ബന്ധങ്ങളാണ്. എനിക്ക് ആ ബന്ധങ്ങളൊന്നും വേണ്ട. അതിപ്പോൾ സുഹൃത്തുക്കളായാലും ആരായാലും. ഓക്കെ, പൈസ ചോദിക്കുന്നതിൻ്റെ ഉണ്ടെങ്കിൽ ആ തിരിച്ച് തരുമെന്ന് ഉറപ്പുള്ള സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും മാത്രമാണെങ്കിൽ മാത്രമേ ഞാൻ കൊടുക്കത്തുള്ളൂ. എടേ അളിയ അത് തിരിച്ചയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ മൂടില്ലാണ്ട് അത് തിരിച്ചയക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ കൊടുക്കത്തുള്ളൂ. അല്ലാണ്ട് ഇപ്പം ആർക്കും ഞാൻ 5 പൈസ കൊടുക്കൂല കടമെന്ന് പറഞ്ഞു. എന്തിന് ഉള്ള ഒരു ഇതും കൂടി അങ്ങ് മുഷി തിരിച്ചു വായിക്കുമ്പോൾ മടി, തരാനും മടി, മറ്റേ എന്നുള്ള വർത്തമാനം പറയും. അപ്പോൾ നമുക്കത് കേട്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തിനും അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് കടിക്കുന്ന പട്ടി വാങ്ങുന്ന അവസ്ഥയായിരിക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ ആർക്കും കൊടുക്കാറില്ല. ചില പാഠങ്ങളാണല്ലോ ജീവിതത്തിൽ നമുക്ക് പുതിയ പാഠങ്ങൾ തുറന്നു തരുന്നത്. അപ്പോൾ നമുക്ക് വിഷയം എന്താണെന്ന് നോക്കാം. ബിനീഷ് ബാസ്റ്റിനിൽ നിന്നും ഒരു വ്യക്തി കുറച്ച് കാശ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ബിനീഷ് ബാസ്റ്റിൻ കാശ് തിരിച്ചു ചോദിച്ചപ്പം അയാൾ തിരിച്ച് 10 എടുത്ത് കൊത്തുന്നു. ഇതാണ് എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. എന്ത് ന്യായീകരണമായാലും ആ ന്യായീകരണങ്ങളിൽ എനിക്ക് അങ്ങോട്ട് പൂർണ്ണമായിട്ട് യോജിക്കാൻ പറ്റുന്നില്ല. എന്തായാലും നമുക്കൊരു അറിവെന്ന് സംസാരിക്കാം, എന്താണെന്ന് നോക്കാം. 5,000 രൂപ തിരികെ നൽകാൻ താൻ അല്പം സാവകാശം ചോദിച്ചിരുന്നു. ഈ സമയത്ത് ഏക ഉപജീവന മാർഗമായ ഓട്ടോ വീട്ടിൽ കൊണ്ടുവന്നിടാൻ ആയിരുന്നു ബിനീഷ് ആവശ്യപ്പെട്ടത്. അതായത് കടം വാങ്ങിയതിൽ 5,000 രൂപ തിരിച്ചു കൊടുക്കാൻ സാവകാശം വേണമെന്ന് പറഞ്ഞ് നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ ഓട്ടോ കൊണ്ട് വീട്ടിയിട് എന്ന് ബിനീഷ് ബാസി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കതിൽ വലിയ തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല. കാരണം ഇതേ അവസ്ഥയിലൂടെ കടന്നു പോയ ഒരുത്തനാണ് ഞാൻ. ഇപ്പം ഞാൻ ചിലപ്പോൾ അറിഞ്ഞൊരാൾക്ക് സഹായിക്കുന്ന ചിലപ്പോൾ കാശ് നോക്കാതെ നമ്മളത് മൈൻഡിൽ പോലും കൂട്ടത്തില്ല, സഹായമില്ല, അങ്ങ് പോകും. പക്ഷെ നമ്മളൊരാൾക്ക് കടം കൊടുക്കുമ്പോൾ പറഞ്ഞ സമയത്ത് തിരിച്ച് തരാതാകുമ്പോൾ നമുക്ക് കുരുവൊട്ടും. നമ്മൾ പലരും ഞാൻ പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് നമുക്കത് കുരുവൊട്ടും. കാരണം നമുക്കൊരു വാശിയോ പിന്നെ ഒരു ദേഷ്യമാവും. കാരണം നമ്മൾ കൊടുത്ത പൈസ സമയത്തിന് പറഞ്ഞ് തരണമില്ല, അവൻ്റെ വായിരിക്കണം കേൾക്കേണ്ട ഒരു ഗതികേട് വന്നെന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നും. ബിനീഷിന് ഞാനിവിടെ കുറ്റം പറയത്തില്ല. ഞാൻ അതേ സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം. എനിക്ക് 4,000 രൂപ കിട്ടാനുണ്ട്. ഓക്കെ, 4,000 രൂപ ചെറിയ എമൗണ്ട് ഒന്നുമല്ല. കൂലിപ്പണിക്ക് പോയാൽ 4 ദിവസത്തെ ശമ്പളമാണ്. ഓക്കെ, അപ്പോൾ ഈ 4,000 രൂപ ഞാൻ മറ്റേ ഇരുന്ന് നോട്ടടിച്ച് ഉണ്ടാക്കി വിട്ടതല്ല. അപ്പോൾ ഇത് ഒരുത്തന് തരാനൊരു മടി, അവന്നിട്ട് വലിപ്പിക്കുക. ഞാൻ കുറേ അവധി കൊടുത്ത് മാസം 2-3 ഒക്കെ ആയി. ഇപ്പം നെല്ലിപ്പലൊക്കെ പൊട്ടി നിൽക്കുകയാണ്. അപ്പം എനിക്ക് ആ അവസ്ഥ മനസ്സിലാവും. ഇനി ഇതിൻ്റെ ഫുള്ള് സംഭവം എന്താണെന്ന് ഞാൻ ഒന്ന് വായിക്കാം. എന്നിട്ട് ഈ വ്യക്തി പ്രതികരിക്കുന്നുണ്ട്, നമുക്ക് അതിലോട്ടൊന്ന് നോക്കാം. ബിനീഷിന്റെ പക്കൽ നിന്നും 30,000 രൂപ കടം വാങ്ങിയിരുന്നുവെന്നും ഇതിൽ 25,000 രൂപ തിരികെ നൽകിയിരുന്നു. 5,000 രൂപ തിരികെ നൽകാൻ താൻ അല്പം സാവകാശം ചോദിച്ചിരുന്നു.
ഈ സമയത്ത് ഏക ഉപജീവന മാർഗമായ ഓട്ടോ വീട്ടിൽ കൊണ്ടുവന്നിടാനായിരുന്നു ബിനീഷ് ആവശ്യപ്പെട്ടത്. ഓക്കെ, 30,000 വാങ്ങിയിൽ 25,000 തിരിച്ചു കൊടുത്തു. 5,000 ഇനി കൊടുക്കാനുണ്ട്. കുറച്ച് സാവകാശം വേണമെന്നു വലിപ്പീര് കാണും മേ ബി. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു 10,000 രൂപ കൊടുത്തു. അതിൽ 6,000 തിരിച്ചു കൊണ്ടുവന്നിട്ട് 4,000 സാവകാശം വേണമെന്ന് പറഞ്ഞു. 2 ദിവസം വേണമെന്ന് പറഞ്ഞു. 2 ദിവസം വേണമെന്ന് പറഞ്ഞു. വീണ്ടും 2 മാസം കഴിഞ്ഞു. ഇതാണ് അവസ്ഥ. ഓക്കെ, അതുകൊണ്ട് എനിക്ക് ഈ കാര്യത്തിൽ ബിനീഷിൻ്റെ ഒപ്പം തന്നെയാണ്. കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കണം. അതാണ് അതിൻ്റെ ഒരു മാന്യത. കൊച്ചി, കൂട്ടുകാരൻ്റെ പിറന്നാൾ ആശംസയ്ക്കുള്ള നടൻ ബിനീഷ് ബാസ്റ്റിൻ്റെ മറുപടി വൈറലായതിന് പിന്നിൽ പ്രതികരണവുമായി അനസ് പാനാവള്ളി. ബിനീഷിൻ്റെ പക്കൽ നിന്നും അനസ് പണം കടം വാങ്ങിയിരുന്നു. എനിക്കും എൻ്റെ കുടുംബത്തിനും എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി ബിനീഷ് ബാസ്റ്റിൻ മാത്രമാണെന്ന് വ്യക്തമാക്കിയാണ് അനസ് പാണാവള്ളിയുടെ പ്രതികരണം. ബിനീഷിൻ്റെ പക്കൽ നിന്നും 30,000 രൂപ കടം വാങ്ങിയിരുന്നുവെന്നും ഇതിൽ 25,000 രൂപ തനിക്കും തൻ്റെ കുടുംബത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഫുൾ ഉത്തരവാദി ബിനീഷാണെന്ന്. എന്ത് തോന്നിയാസോടെ താനൊക്കെ ഈ പൈസ വാങ്ങിച്ചുകൊണ്ട് പോയപ്പോൾ മറ്റേ കുമ്പിട്ട് നിന്ന് വാങ്ങിച്ചുകൊണ്ട് പൊക്കാണല്ലോ. എന്ത് തിരിച്ചു കൊടുക്കുമ്പം മറ്റേ ചോദിക്കുമ്പോഴേ മറ്റേ നിന്റെ വീട്ടിൽ കയറിയിട്ട് അല്ലാണ്ട് വേറെ പൈസയും ചോദിച്ചല്ലോ. തന്ന പൈസയല്ലേ തിരിച്ച് ചോദിച്ചത്. അത് ചോദിച്ചപ്പോൾ കൊടുക്കാനുള്ള മാന്യത കാണിക്കണം. കേട്ടാ, മാന്യത കാണിക്കണം. അതാണ് അതിൻ്റെ ഒരു ക്വാളിറ്റി. അല്ലാണ്ട് മറ്റേ അവതാരമല്ല വിളിച്ച് പറയേണ്ടത്. കേട്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നോ. തിരികെ നൽകിയിരുന്നു. 5,000 രൂപ തിരികെ നൽകാൻ താൻ അല്പം സാവകാശം ചോദിച്ചിരുന്നു. ഈ സമയത്ത് ഏക ഉപജീവന മാർഗമായ ഓട്ടോ വീട്ടിൽ കൊണ്ടുവന്നിടാനായിരുന്നു ബിനീഷ് ആവശ്യപ്പെട്ടത്. എന്നാൽ താൻ ലക്ഷക്കണക്കിന് രൂപ നൽകാനുണ്ടെന്ന ധ്വനി സമൂഹത്തിൽ ഉണ്ടാവാൻ ബിനീഷിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് കാരണമായി. മക്കൾക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമായി. ബിനീഷുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ തീർത്തതായും അനസ് പാനാവള്ളി വിശദമാക്കി. പണം തിരികെ അയച്ചതിന്റെ സ്ക്രീൻഷോട്ട് സഹിതമാണ് അനസ് പാനാവള്ളിയുടെ പ്രതികരണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അനസ് പാനാവള്ളി പിറകെ നടന്ന് ചോദിച്ചു കാണുമല്ലോ ബാക്കി കൊടുക്കാനുള്ള 5,000. ഇപ്പൊ പോസ്റ്റ് ഇട്ട് വൈറലായി ചർച്ചയായപ്പോൾ ഈ 5,000 രൂപ തിരിച്ചു കൊടുത്തല്ലോ. സ്ക്രീൻഷോട്ടും കാണിക്കുന്നുണ്ടല്ലോ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ തനിക്ക് എവിടെ നിന്ന് കാശ് വന്നു? അപ്പൊ പറയാം വേറെ മറച്ചെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ നേരത്തെ ബിനീഷിന് വേറെ മറച്ച് കൊടുത്തിരുന്നെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. ഓക്കെ, അതുകൊണ്ട് കൂടുതൽ ഗുണമതികാരം അടിക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ എൻ്റെ പൊന്നേട്ട എന്ന് എനിക്ക് പറയാനുള്ളൂ. കാശാണ്, കാശ് വെച്ച് കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിക്കണം. ബന്ധങ്ങൾ കൂട്ടി ഉറപ്പിക്കാനും ബന്ധങ്ങൾ വേർപിരിക്കാനും കാശിന് സാധിക്കും. പല സുഹൃത്ത് ബന്ധങ്ങളും തല്ലിപ്പിരിഞ്ഞ് പോയിട്ടുണ്ട് കാശിൻ്റെ പേരിൽ. അതുകൊണ്ട് കാശ് വെച്ച് കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിക്കണം. ചേട്ടാ, ഇത്രയും ഗുണം അടിച്ചുകൊണ്ട് ഞാൻ പറയുന്നതാണ്. തനിക്കും കുടുംബത്തിനും ഉണ്ടായ അപമാനം ഉണ്ടാക്കിയത് ബിനീഷിൻ്റെ മാന്യതയായി കാണുന്നു. 6 ലക്ഷം രൂപയാണ് തനിക്ക് ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി വിവിധ ആളുകളിൽ നിന്നും കടം വാങ്ങിയിട്ടുള്ളത്. ഈ പൈസ ഇല്ലാത്ത ആൾ എന്തിനാണ് ചാരിറ്റി പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് വിവിധ ആളുകളിൽ നിന്നും കടം വാങ്ങുന്നത്? 6 ലക്ഷം രൂപ കടം വാങ്ങിയെന്ന് പറയുന്നുണ്ട്. പൈസ ഇല്ലാത്തവർ എന്തിനിങ്ങനെ ചാരിറ്റി പ്രവർത്തിക്ക് വിവിധ ആളുകളിൽ നിന്നും കടം വാങ്ങണം? എൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, അത് തിരികെ നൽകുക തന്നെ ചെയ്യും. 5,000 രൂപയ്ക്ക് ഇത്ര നാണം കെടുത്തേണ്ട കാര്യമുണ്ടായിരുന്നു എന്ന് അനസ് പാണാവള്ള സമൂഹ മാധ്യമങ്ങളിൽ ചോദിക്കുന്നു. 5,000 രൂപയായാലും 5 രൂപയായാലും എൻ്റെ പൊന്നേട്ടാ, നമ്മുടെ കയ്യിൽ നിന്ന് ഒരു പൈസ എടുത്ത് തന്നു കഴിഞ്ഞാൽ തിരിച്ച് കൊടുത്തില്ലേ നമുക്ക് പൊള്ളും. ഞാൻ പറഞ്ഞില്ല, എനിക്ക് 4,000 രൂപ കിട്ടാനുണ്ട്. എനിക്കത് നല്ല വിഷമമുണ്ട്. ഞാൻ ഇന്നും അവനെ പ്രാഗിക്കൊണ്ട് തന്നെ ഇരിക്കണം. കാരണം വാങ്ങിക്കൊണ്ട് പോയപ്പോൾ അവൻ കുമ്പിട്ട് നിന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇപ്പം പൈസ വിളിച്ച് ചോദിക്കുമ്പം അവൻ ഓന്ത് മാറിയതുപോലെ മാറുന്നതെന്ന് നമുക്ക് നല്ലോണം അറിയാം. പിന്നെ എനിക്ക് തിരിച്ച് വാങ്ങാൻ അറിഞ്ഞിടത്തോണ്ടല്ല, എല്ലാം ഒരു ക്ഷമയോടുകൂടി പോകണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് കാശ് അത് അത്യാവശ്യം സീനായിട്ടുള്ളൊരു കാര്യമാണ്. വാങ്ങിയ നിങ്ങൾക്ക് കൊടുക്കാനുള്ള, വാങ്ങുമ്പം കുമ്പിട്ട് നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുമല്ലോ. എന്നിട്ട് പിന്നെ കൊടുക്കുമ്പോൾ മാത്രം എന്ത് പറ്റുന്നില്ല, കുറച്ച് സാവകാശം അത് ഇത്. ഞാനൊക്കെ കേട്ടിട്ടുണ്ട് 150 സാവകാശം ഇതുപോലെ. അതുകൊണ്ട് ബിനീഷ് ബാസിന് ഞാൻ ഈ കാര്യത്തിൽ പൂർണ്ണമായിട്ടൊന്നും തെറ്റൊന്നും പറയാം. പൂർണ്ണമായിട്ടൊന്നും നല്ല തെറ്റ് പറയത്തില്ല. വാങ്ങിച്ച കാശ് തിരിച്ചു കൊടുക്കണം. ഇപ്പൊ കൊടുക്കാൻ അറിയാമല്ലോ. ഇത് വിഷയമായി ചർച്ചയായപ്പോൾ തനിക്ക് 5,000 രൂപ വന്നല്ലോ. എടാ, തന്നാക്ക പോലെയുള്ളവർ ചിലപ്പോൾ വിചാരിക്കും, താൻ വിചാരിച്ചെന്നല്ല, 5,000 രൂപയല്ലേ കുറച്ചിങ്ങനെ നീട്ടി പോകാം, കുറച്ച് കഴിയുമ്പോൾ എഴുത്താൾ ഇങ്ങനെ വിചാരിക്കും. അതാണ് വിഷയം. ഓക്കെ, മനുഷ്യനെ ഇത്തരത്തിൽ താറടിച്ച് കാണിക്കരുതെന്നും ബിനീഷിന്റെ പ്രതികരണത്തിൽ അതീവ ദുഃഖിതനാണെന്നും അനസ് കൂട്ടിച്ചേർത്തു. 9 വർഷമായി ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ വ്യക്തിയാണ് അനസ് പാനാവള്ളി. 2 പെൺമക്കളും ഭാര്യയുമുള്ള കുടുംബത്തിന്റെ നാഥനാണ് താൻ. ഏക ഉപജീവന മാർഗമായ ഓട്ടോയാണ്. ബിനീഷിന്റെ തന്റെ സഹോദരനായാണ് കണക്കാക്കിയിരുന്നതെന്ന് അനസ് പ്രതികരിക്കുന്നു. സഹോദരനായിട്ട് കണക്കാക്കിയതുകൊണ്ടായിരിക്കും ആ കാശ് കൊടുക്കാത്തല്ലേ എൻ്റെ പൊന്നേട്ട. കൊള്ളാം, നല്ല സഹോദരൻ. എൻ്റെ പൊന്നേട്ട ഒന്നും മിണ്ടായി. സത്യം പല്ലി അടിക്കണം. അല്ലെങ്കിൽ ഈ പല്ലി സെറ്റാണ് കേട്ടോ. മിക്ക വീഡിയോകളിൽ ഇങ്ങനെ വന്നിരുന്ന് അടിക്കാറുണ്ട്. ഞാൻ ഏതെങ്കിലും പോയിന്റ് വാലിഡായിട്ട് പറയുമ്പോൾ എനിക്ക് പുച്ഛമാണ് കേട്ടോ. ഞാനുള്ള കാര്യം പറയാം.
കാശ് വാങ്ങിയാൽ തിരിച്ചു കൊടുക്കണം. അതിപ്പോൾ 5 രൂപയായാലും 5000 രൂപയായാലും 50,000 5 ലക്ഷം അല്ല 5 കോടിയായാലും എന്തായാലും കൊടുക്കണം. അത് കടം ആർക്കെങ്കിലും അങ്ങോട്ട് കൊടുക്കണം. കൊടുത്തിട്ട് തിരിച്ച് കിട്ടാതിരിക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ മനസ്സിലാവത്തുള്ളൂ. അല്ലാത്തടത്തോളം നമുക്കിത് വെറും കേട്ട് കഥ. ഓക്കെ, എനിക്ക് ആ ഒരു സാധനം ഉള്ളിൽ നിന്ന് എനിക്ക് ഭയങ്കര ഫീലിംഗ് ഉണ്ട്. കാരണം കൊടുത്ത കാശ് തിരിച്ചു കിട്ടാതിരിക്കുമ്പോൾ അത് 100 രൂപയായാലും എനിക്ക് നല്ല ഫീലിംഗ് ഉണ്ട്. കാരണം ഞാൻ പിന്നെ അവർക്ക് കൊടുക്കത്തില്ല. എനിക്കൊരു 5 രൂപയെങ്കിലും തിരിച്ചു തരാനുണ്ടെങ്കിൽ ഞാൻ പിന്നെ 5 പൈസയും തിരിച്ച് കൊടുക്കത്തില്ല കടം. എൻ്റെ ഒരു പോളിസി, എൻ്റെ ഒരു മൈൻഡ് അങ്ങനെയാണ്, ഞാൻ കൊടുക്കത്തില്ല. ഓക്കെ, 5000 രൂപയല്ലേ ബിനീഷേ ഈ പോസ്റ്റ് വേണമായിരുന്നോ എന്ന് സുഹൃത്ത്. വേണമായിരുന്നു. കാരണം ഇത്രയും കാലം കൊടുത്തില്ലല്ലോ, വലിപ്പിച്ചുകൊണ്ട് നടന്നില്ലേ. ഇപ്പൊ പോസ്റ്റ് ഇട്ടത് വിഷയപ്പം ഏട്ടന് ഗൂഗിൾ പേ അടിച്ചു കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായല്ലോ. ഇനി ബിനീഷിന്റെ ഒരു പോസ്റ്റ് ഞാനൊന്ന് കൊടുക്കാം. ഉണ്ടയൊക്കെ ഇട്ടാണ്. ബർത്ത്ഡേ വിഷ് ചെയ്തതിന് വളരെ സന്തോഷം. ഈ പോസ്റ്റാണ്. ഈ ബന്ധത്തിന്റെ വില തിരിച്ചറിഞ്ഞ ഒരു സമയം വരും. എൻ്റെ പ്രിയ സഹോദരൻ ബിനീഷ് ബാസ്റ്റിന് 1000 പിറന്നാൾ ആശംസകൾ എന്ന് പറഞ്ഞിട്ട് അനസ് പാനാവള്ളി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിനീഷിന്റെ ബർത്ത്ഡേക്ക് ഇട്ട പോസ്റ്റാണ്. അതിനുശേഷം അതിനെ റീഷെയർ ചെയ്തുകൊണ്ട് ഈ പറയുന്ന ബിനീഷ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതായത് അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ബർത്ത്ഡേ വിഷ് ചെയ്തതിന് വളരെ സന്തോഷം. ഓട്ടോറിക്ഷയുടെ ഇൻഷുറൻസും ടെസ്റ്റും മുടങ്ങിയിട്ട് ഒരുപാട് നാളായി എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്നും വലിയൊരു തുക കടമായി മേടിച്ചു. പറഞ്ഞ ഡേറ്റും കഴിഞ്ഞ് വീണ്ടും 2 മാസം കഴിഞ്ഞു. ചോദിച്ചപ്പോൾ മേടിക്കാൻ പറ്റുമെങ്കിൽ മേടിച്ചോ എന്ന്. പിന്നീട് എൻ്റെ കല്യാണ ആവശ്യങ്ങൾക്കായി നിരവധി തവണ ഇദ്ദേഹത്തെ വിളിച്ചു ഞാൻ മടുത്തു. അതിനുശേഷം 90% പൈസ തന്നു. ഞാൻ സുഹൃത്ത് എന്ന നിലയിൽ സഹിച്ചതാണ്. താൻ പലിശയ്ക്ക് കൊടുത്ത പൈസ അല്ല. ലോട്ടറി അടിച്ചാൽ പോലും കടം മേടിച്ച പൈസ തിരിച്ചു തരാത്ത ആൾക്കാരാണ് നമ്മുടെ ഇടയിൽ ഉള്ളത്. ഇനിയും എൻ്റെ കാശ് തരാനുണ്ട്. ഞാനും അധ്വാനിച്ച് തന്നെയാണ് കാശുണ്ടാക്കുന്നത്. നുണ പറഞ്ഞ് കാശ് മേടിച്ചിട്ടാണ് ഈ സുഹൃത്ത് സ്റ്റോപ്പ് ചെയ്യാൻ ഈ സൗഹൃദം സ്റ്റോപ്പ് ചെയ്യാൻ കാരണം. ആദ്യം ബാക്കി തരാനുള്ള പൈസ തന്നിട്ട് പഴയ സൗഹൃദം പുതുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ബിനീഷ് ഒരു പോസ്റ്റ് ഇട്ടുണ്ട്. കറക്റ്റ് കാര്യമാണ് പറഞ്ഞത്. കാശ് അത് വലിയൊരു സാധനമുണ്ടേ. അത് നമ്മളെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ കാശൊക്കെ കൊടുക്കുമ്പോൾ സൂക്ഷ്യം കണ്ടൊക്കെ കൊടുത്തില്ലെങ്കിൽ പിന്നെ അവയിലും മൂഞ്ചി മണ്ണെണ്ണയും മൂഞ്ചി എന്ന് പറയേണ്ടി വരും. എൻ്റെ പൊന്നനസേട്ടാ, വാങ്ങിച്ച കാശ് 2 മാസത്തോളം, പറഞ്ഞ ഡേറ്റും കഴിഞ്ഞ് 2 മാസത്തോളമായി. സത്യം പറയല്ല, നല്ല ഫ്രസ്ട്രേറ്റഡ് ആവും. ആലോചിക്കുമ്പോൾ ദേഷ്യം വരും. ഒരുമാതിരി ഒരു എന്ത് മത്തങ്ങയെന്ന് നമുക്ക് തോന്നും. അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ബിനീഷിൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. ഇപ്പം അനസേട്ടൻ വന്നിട്ടും തള്ളി മറിക്കുന്നുണ്ടല്ലോ, ബിനീഷ് മറ്റാണ് മാങ്ങയെണ്ണ തൊലിയാണെന്ന്. 5000 രൂപയല്ലേ തരുവോടെ. ഇവിടെ വാങ്ങിച്ച പറഞ്ഞ സമയത്തിന് തിരിച്ചു കൊടുക്കാനുള്ള ക്വാളിറ്റി കാണിക്കണം. ഓക്കെ അത് കാണിക്കാതെ വന്നിരുന്ന് തള്ളി മറിക്കുകയല്ല ചെയ്യേണ്ടത്. എന്നിട്ട് വന്നിരുന്ന് കാശ് കൊടുത്ത് അവന് 5000 രൂപ ബിനീഷ് കഷ്ടപ്പെട്ട് തന്നെയാണ് പൈസ ഉണ്ടാക്കുന്നത്. ബിനീഷ് എന്നല്ല ആരായാലും 5000 ആയാലും 5 രൂപ ആയാലും വെട്ടിപ്പും തട്ടിപ്പും നടത്തി മൂഞ്ചിച്ചല്ല ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ ഉണ്ടാക്കിയാലും എങ്ങനെ ഉണ്ടാക്കിയാലും അത് അവരെ ഉണ്ടാക്കിയ പൈസയാണ്. അത് നിനക്കൊക്കെ തന്നതിന് ശേഷം പിന്നെ തിരിച്ചു ചോദിക്കുമ്പം കുണ്ടിരിഞ്ഞ് നിന്ന് കാണിച്ചു കൊടുക്കുന്ന സ്വഭാവം കാണിക്കില്ല. എനിക്കതേ പറയാനുള്ളൂ. എന്തായാലും അനസേട്ടൻ്റെ പ്രതികരണം കാണാം. നമസ്കാരം, അനസ് പാണാവള്ളി. ഞാൻ വളരെ പ്രയാസപ്പെട്ടും ബുദ്ധിമുട്ടും സങ്കടം സഹിക്കവയ്യാതെയാണ് ഈ വീഡിയോവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. 2 പെൺമക്കളും ഭാര്യയും പിതാവും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയം ഞാനാണ്. എൻ്റെ ഉപജീവനം ഓട്ടോറിക്ഷയാണ്. ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് കഴിഞ്ഞ 9 വർഷക്കാലമായി ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന ഒരു സാധാരണക്കാരൻ കൂടിയാണ്. ഇന്നിപ്പോൾ ഈ വീഡിയോയിൽ വരാനുള്ള കാരണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ബിനീഷ് ബാസ്റ്റിന്റെ ഒരു പോസ്റ്റ്. ആളുകൾക്ക് ഇടയിലുണ്ടായ തെറ്റിദ്ധാരണ വലുതാണ്. എന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വിളിക്കുകയും എന്നെ പേഴ്സണലായി വ്യക്തിഹത്യ എന്നെയും കുടുംബത്തെയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഉണ്ടായിട്ടുള്ളത്. 17 വയസ്സുള്ള ഒരു പെൺകുട്ടിയും 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയും അടങ്ങുന്ന ഒരു കുടുംബത്തിന്റെ നാഥനാണ് ഞാനും ബിനീഷ് ബാസ്റ്റിനും തമ്മിൽ കഴിഞ്ഞ 6-7 വർഷക്കാലമായി അടുത്ത സൗഹൃദം പുലർത്തുന്ന സൗഹൃദത്തിലെ ഉപരി എൻ്റെ ഒരു സഹോദരന, എൻ്റെ ഒരു അനിയനെ പോലെയാണ് ഞാൻ അദ്ദേഹവുമായി ഇടപെടുകയും പെരുമാറുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. ഞാനൊരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ ജീവിതവുമായി ബന്ധപ്പെട്ട് വ്യക്തിപരമായിട്ട് 6 ലക്ഷം രൂപ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരാളാണ്. ഇന്ന് ബിനീഷിന്റെ പോസ്റ്റിൽ ആളുകൾ ഞാൻ ഒരു 10-20 ലക്ഷം രൂപ അദ്ദേഹത്തെ പറ്റിക്കുന്ന തരത്തിൽ തെറ്റിദ്ധരിക്കുന്ന തരത്തിലാണ് അദ്ദേഹം അത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് TV ചാനലുകൾ, ഓൺലൈൻ ചാനലുകൾ ഒക്കെ എന്നെ വിളിക്കുകയുണ്ടായി. അപ്പൊ അതിന്റെ നിജസ്ഥിതി നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ഇപ്പൊ വന്നിട്ടുള്ളത്.
അദ്ദേഹവുമായി 2025 ഓഗസ്റ്റ് 16 എന്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു 30,000 രൂപ കടം വാങ്ങിയിട്ടുണ്ടായി. 3 മാസത്തെ സാവകാശം നൽകണം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹവുമായിട്ട് ഞാൻ കടം വാങ്ങിയിട്ടുള്ളത്. 3 മാസം അവധി എത്തിയപ്പോൾ എനിക്ക് അദ്ദേഹത്തിന് പൈസ കൊടുക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് ഞാൻ പറയാണ്, എനിക്കിന്ന് പൈസ തരാൻ പറ്റൂല, കുറച്ച് സാവകാശം കൂടി തന്നെ, ഞാൻ ഒരു 2-3 മാസം കഴിയുമ്പോൾ തിരിച്ച് തന്നോളാം എന്ന് പറഞ്ഞ്, അപ്പൊ ആ ശരി എന്ന് പറഞ്ഞ് പുള്ളി കട്ട് ചെയ്ത്. അത് കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ് 1 മണി ആ വണ്ടി കൊണ്ടൊന്ന് വീട്ടിലിട്ടേക്കാൻ പറഞ്ഞു. ഓട്ടോറിക്ഷ. ആ ഓട്ടോറിക്ഷ എന്റെ ജീവനും എന്റെ ജീവിതവും എന്റെ ഉപജീവന മാർഗവുമാണ്. ആ ഓട്ടോറിക്ഷ കാരണം 5 ജീവിതങ്ങളും അതിലുപരി വേറെ ഒരുപാട് ആളുകളും ജീവിക്കുന്നതാണ്. അതെനിക്ക് വലിയ വിഷമുണ്ടാക്കി. പക്ഷെ ഒരിക്കൽ പോലും ഞാൻ അദ്ദേഹവുമായ ഒരു വാക്ക് തർക്കമോ ഒരു അഭിപ്രായ വ്യത്യാസമോ ഒരു കുറ്റപ്പെടുത്തലോ ഒന്നും ഉണ്ടായിട്ടില്ല. അതിനുശേഷം ക്രിസ്മസിന് എന്നെ വന്ന് കണ്ട് കല്യാണം വിളിച്ച്. പക്ഷെ എനിക്ക് ഉണ്ടായ ഒരു വിഷമം ഇതാണ്. അതിനുശേഷം ഞാൻ പറഞ്ഞ സമയത്ത് ഈ 30,000-ൽ 25,000 രൂപ ഞാൻ അദ്ദേഹത്തിന് നൽകി. ഇനി അദ്ദേഹത്തിന് കൊടുക്കാനുള്ളത് 5,000 രൂപയാണ്. ഈ 5,000 രൂപക്ക് എന്നെ സമൂഹത്തിൽ മോശക്കാരനായി ചിത്രീകരിക്കുകയും എനിക്കും എന്റെ മക്കൾക്കും എന്റെ കുടുംബത്തിനും പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അദ്ദേഹം ഉണ്ടാക്കിയത്. അത് അദ്ദേഹത്തിന്റെ മാന്യതയും മര്യാദയുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ നിലവിൽ ഒരു വ്യക്തി എന്ന നിലക്ക് 6 ലക്ഷം രൂപ പലർക്കും കൊടുക്കാനുണ്ട്. അത് കൊടുത്ത് വീട്ടുക തന്നെ ചെയ്യും. അത് ഞാൻ ചെയ്യുന്ന ചാരിറ്റി, ഞാൻ പറയാം, അതൊരു മനസ്സാണ്. നമ്മൾ അനുഭവിച്ച പ്രയാസങ്ങളിൽ നിന്നും നമ്മളിലൂടെ മറ്റൊരുത്തിനെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അതും ചെയ്യുന്നത്. ഒരു അനർഹമായ 1 രൂപ പോലും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ എനിക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വീടുണ്ടായത് ഈ കഴിഞ്ഞ വർഷമാണ്. ഞാൻ എത്ര നാള് ദുരിതത്തിലും, ഞാനും എന്റെ മക്കളും ദുരിതത്തിലും പ്രയാസത്തിലും ഒക്കെ കടന്ന് അനുഭവിച്ചതാണ്. അപ്പോഴാണ് എനിക്കൊരു വീട് ഉണ്ടായത്. അതുമായിട്ട് ബന്ധപ്പെട്ടും ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടും 6 ലക്ഷം രൂപ എനിക്ക് കടമുണ്ട്. ബിനീഷ് ബാസ്റ്റിൻ എന്ന പ്രിയപ്പെട്ട സഹോദരനും സുഹൃത്തിനും കൊടുക്കാനുള്ളത് 5,000 രൂപയാണ്. ആ 5,000 രൂപക്കാണ് ആളുകളുടെ മുമ്പിൽ എന്നെ നാണം കിടന്നത്. പല ആൾക്കാരും വിളിച്ചിട്ട് പുള്ളിക്ക് ലക്ഷങ്ങൾ കൊടുക്കാനുണ്ടെന്ന തരത്തിലാണ് സംസാരിച്ചത്. പിന്നെ ബിനീഷ് എന്ന വ്യക്തി നിങ്ങൾക്കൊരു പക്ഷേ സോഷ്യൽ മീഡിയയിലൂടെ ആയിരിക്കും അറിയാവുന്ന അദ്ദേഹത്തിന്റെ വീഡിയോയും സംഗതിയൊക്കെ കണ്ടിട്ട്. പക്ഷെ ബിനീഷ് എന്ന വ്യക്തി എന്താണെന്ന് വളരെ കൃത്യമായിട്ട് 7 വർഷം കൊണ്ട് കൂടെ നടന്ന് കണ്ടവനാണ് ഞാൻ. അപ്പൊ ആരെയും കുറ്റപ്പെടുത്താനും ഒന്നുമല്ല, ഈ എന്റെ നിജസ്ഥിതിയും സത്യാവസ്ഥയും ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത്. ഞാൻ ഒരു കാര്യം കൂടി പറയാ, ദൈവ തൃപ്തിക്ക് വേണ്ടി എന്റെ ചാരിറ്റിയും തുടരും. നിങ്ങളുടെ സ്നേഹവും കരുതലും ഒക്കെ ഒപ്പം ഉണ്ടാകണം. അതോടൊപ്പം തന്നെ ഈ പൈസ നമ്മൾ എല്ലാവർക്കും കുറേശ്ശെ കൊടുത്തോണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ എല്ലാവർക്കും കടണ്ടാവാം. അതിനൊരു മനുഷ്യനെ ഇത്തരത്തിൽ താറടിച്ച് കാണിക്കരുതെന്നൊരു അപേക്ഷയാണ് എനിക്കുള്ളത്. നന്ദി, നമസ്കാരം. എൻ്റെ പൊന്നേട്ടാ, കഴിഞ്ഞ 7 വർഷമായിട്ട് ബിനീഷിന്റെ കൂടെ ഉണ്ട്. ബിനീഷ് എന്താണെന്ന് എനിക്ക് അറിയാമെന്ന് നിങ്ങൾ ഊന്നി പറയുമ്പോൾ നിങ്ങൾ ഒരൊറ്റ കാര്യം ചിന്തിക്കുക. എല്ലാ മനുഷ്യനും നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. പക്ഷെ കൂടെ കഴിഞ്ഞ 7 വർഷം നിങ്ങൾ ഉണ്ടായിരുന്നിട്ട് നിങ്ങൾ കടം ചോദിച്ചപ്പോൾ 30,000 രൂപ എടുത്ത് തന്ന് അതിന് 25 രൂപ തിരിച്ചു കൊടുത്തിട്ട് 5 രൂപ കൊടുക്കാണ്ട് വെച്ച് വലിപ്പിച്ച് ഇരുന്നപ്പോ അപ്പൊ നിങ്ങളാണോ കിടിലം, ആ ബിനീഷാണോ മോശക്കാരൻ? ഒന്ന് ആലോചിക്കും. പൈസ കൊടുക്കാനുള്ള നിങ്ങൾ പൈസ ചോദിച്ചപ്പോൾ എടുത്ത് തന്ന് പറഞ്ഞ സമയത്ത് തിരിച്ചു കൊടുത്തില്ല. ആ പൈസ തിരിച്ചു ചോദിച്ചതാണോ ബിനീഷ് ചെയ്ത തെറ്റ്? പിന്നെ വേറൊരു കേസ് നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ ചാരിറ്റി ചെയ്യുന്നു, 6 ലക്ഷത്തോളം കടമുണ്ടെന്ന്. ഈ ചാരിറ്റി ചെയ്തിട്ട് വലിയ സംഭവമായി പബ്ലിക്കിൽ നിന്ന് നല്ല ഇമേജ് ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. കൊടുക്കാനുള്ള പൈസ ആദ്യം കൊടുത്തു തീർക്കണം. മറ്റുള്ളവരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസയിൽ നിന്ന് നിങ്ങൾ ചോദിച്ചപ്പോൾ കടമായിട്ട് നിങ്ങൾ വിശ്വസിച്ചെടുത്ത് തന്നിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞ വിശ്വാസത കീപ്പ് ചെയ്ത് പറഞ്ഞ സമയത്തിനുള്ളിൽ തിരിച്ചു കൊടുക്കണം. അല്ലാണ്ട് വലിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. ഓക്കെ, ഇത് വലിപ്പിച്ചിരുന്നിട്ട് ഞാൻ പറയുകയാണ്, ഞാൻ കുറെ ചാരിറ്റി ചെയ്തിട്ടുണ്ട്, എനിക്ക് 2 പെൺമക്കളാണ്, എന്തിന് നാട്ടുകാരുടെ സഹതാപം പിടിച്ചു പറ്റാനുള്ള ടാറ്റർ ചെയ്യാ? എനിക്ക് യോജിപ്പില്ല എൻ്റെ പൊന്നേട്ടാ, എനിക്ക് യോജിപ്പേ ഇല്ല. വലിയ തള്ളി അങ്ങ് മറിക്കുന്നുണ്ട്. ഓക്കെ, ചോദിച്ചപ്പോൾ പൈസ എടുത്തെന്ന് തിരിച്ചു ചോദിച്ചപ്പം മുണ്ടോക്കി കാണിച്ചു കൊടുക്കണം. സൂപ്പർ, അടിപൊളി. ഇതാണ് പറയുന്നത്, ഒരുത്തനെ 5 പൈസ കൊടുത്ത് സഹായിക്കാൻ പാടില്ല. ഇതുപോലെ ഇരിക്കും. ഇതെല്ലാവർക്കും ഒരു പാടാവട്ടെ. എനിക്ക് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അനുഭവം. റീസെന്റ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഞാൻ പറഞ്ഞല്ലോ, 10 രൂപ കൊടുത്തിട്ട് 4 രൂപ തിരിച്ചു കിട്ടാണ്ട്. ഇത് അവസ്ഥയാ. വന്ന് കരഞ്ഞ് കാല് പിടിച്ച് കെഞ്ചുമ്പോൾ അപ്പോഴത്തെ സഹതാപത്തിന്റെ പേരിൽ നമുക്ക് ഉള്ളിയും തോന്നിയെടുത്താൽ കൊടുക്കും. പിന്നെ തിരിച്ചു വയ്ക്കുമ്പം
തിരിഞ്ഞിരിക്കും, ഫോൺ എടുക്കത്തില്ല. ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ചേട്ടൻ ചാരിറ്റി ചെയ്യും മുമ്പേ കൊടുക്കാനുള്ള കടങ്ങൾ കൊടുത്തങ്ങ് തീർത്തേക്ക് കേട്ടാ. ഭയങ്കര ചാരിറ്റി, ഇതിന് മാത്രം ചാരിറ്റി ചെയ്തോണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താ എണ്ണായിട്ടാ? കൊടുക്കാനുള്ള ആദ്യം കൊടുത്ത് തീർത്തിട്ട് ചാരിറ്റി ചെയ്യാൻ നോക്ക്. കഴിഞ്ഞ 7 വർഷമായിട്ട് എനിക്ക് അവനെ അറിയാമെന്ന്. അവിടെ തന്നെ ഇട്ട് താങ്ങുകയാണ്. പൈസ ചോദിച്ചപ്പോൾ തന്ന് സഹായിച്ചവനെ അവിടെ ഇട്ട് താങ്ങുകയാണ്. ഉളുപ്പ്. ഇല്ല പോട്ട്, ബാക്കി പറയട്ടെ. വേറൊരു വീഡിയോ ഇപ്പോൾ ഇട്ടിട്ടുണ്ട്, 5000 തിരിച്ചു കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ട്. വാങ്ങി അതിൽ 25,000 തന്നിരുന്നു, ബാക്കി തരാനുണ്ടായിരുന്ന 5000 അയക്കുന്നു. ഇപ്പൊ 5000 വന്നാ ചേട്ടാ ഏറി പോയപ്പം. നമസ്കാരം, അനസ് പാണാവള്ളി. ഇന്ന് രാവിലെ മുതൽ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തൊരു വിഷയം, ഞാൻ ബിനീഷ് ബാസ്റ്റിനിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ പറ്റിച്ച് കൊടുക്കാതെ മുങ്ങി നടക്കുന്നതായി ലോകം മുഴുവൻ എന്നെ ചിത്രീകരിച്ച് ബിനീഷ് ബാസ്റ്റിൻ തന്നെ എന്നെ നാണം കെടുത്തുകയുണ്ടായി. ഞാൻ അതിനുശേഷം അതിന്റെ നിജസ്ഥിതി വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി. 30,000 രൂപയാണ് ബിനീഷിൽ നിന്ന് ഞാൻ വാങ്ങിയത്. അതിൽ 25,000 രൂപ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. ഇനി കൊടുക്കാനുള്ള 5,000 രൂപയാണ്. ആ വീഡിയോ കണ്ടതിന് ശേഷം എന്റെ പ്രിയ സുഹൃത്ത് എന്നെ വിളിച്ച് അവന് കൊടുക്കാനുള്ള പൈസ തന്നിട്ടുണ്ട്. അത് ഞാൻ ബിനീഷിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ബിനീഷുമായിട്ടുള്ള സാമ്പത്തിക ഇടപാട് ഇതോടുകൂടി തീരുകയാണ്. ബിനീഷിനോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, അനിൽ രാധാകൃഷ്ണ മേനോൻ എന്ന സാധാരണ പാവപ്പെട്ട ഒരു മനുഷ്യന്റെ ജീവിതം തകർത്തതുപോലെ നീ എന്റെ ജീവിതം തകർക്കാൻ നോക്കണ്ട. അതിന് നീ ആയിട്ടില്ല. മറിച്ച് കഴിഞ്ഞ 6-7 വർഷക്കാലം നിന്റെ കൂടെ നടന്ന് നിന്റെ സകല ഉഡായിപ്പും എനിക്ക് വളരെ കൃത്യമായി അറിയാവുന്ന ഒരാളാണ്. അത് നീ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. ഇനി പൈസ തിരിച്ചു തന്നിട്ട് നീയുമായിട്ടൊരു സൗഹൃദം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ആ അധ്യായം നമ്മൾ അടച്ചതാണ്. അതിന് കാരണങ്ങളുമുണ്ട്. കാരണം നീ വളരെ കൃത്യമായി ചെയ്തു വെച്ച കാര്യങ്ങൾ എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ്. അപ്പൊ സോഷ്യൽ മീഡിയ കാണുന്ന എന്നെ ശ്രമിക്കുന്ന മുഴുവൻ ആളുകളോടും അവന് കൊടുക്കാനുള്ള 5,000 രൂപ അത് ഞാൻ കൊടുത്തിട്ടുണ്ട്. നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്നേഹവും കരുതലും എപ്പോഴും ഒപ്പം ഉണ്ടാവുന്ന പ്രതീക്ഷയോടെ അനസ് പാണാവള്ളി. അനസ് വാണംവള്ളി. ഞാൻ ഒന്നും പറയുന്നില്ല. എങ്ങനെ ഇരിക്കണം? ഇവനൊക്കെ ചോദിച്ചപ്പോ പൈസ എടുത്ത് കൊടുത്ത് തിരിച്ചാ പൈസ ചോദിച്ചപ്പോ ബിനീഷ് ബാസി മറ്റവന്റെ ജീവിതം തകർത്തോലെ എന്നെ തകർക്കാൻ നോക്കണ്ട എന്നൊക്കെ പറഞ്ഞ് തിരിച്ചടിച്ചു കൊടുക്കുന്ന ഇവനൊക്കെ പോലുള്ള വിഷത്തിനെയാണ് ബിനീഷ് ഇത്രയും കാലം സുഹൃത്തായിട്ട് കൂടെ കൊണ്ടുവന്നത്. എന്റെ മോനെ, ഇവനൊക്കെ കൊടും വിഷമാണ്, കൊടും വിഷം. ഓക്കെ, പൈസ കൊടുക്കാനുള്ള കാശ് തിരിച്ചു കൊടുക്കാണ്ട് ഉളുപ്പില്ലാണ്ട് വന്നിരുന്ന് കൊണയടിക്കുന്നു. ഇപ്പം നിനക്ക് എവിടെ നിന്നാ കാശ് വന്ന്? അനസ് പാണാവള്ളി. ഞാൻ സംസാരിച്ചാലേ അത് പീക്ക് ലെവലായി പോകും. എനിക്കാണെങ്കിൽ പല വിഷയങ്ങളും പേഴ്സണലി കണക്ട് ആയി കഴിഞ്ഞാൽ എൻ്റെ സംസാര രീതി അങ്ങ് മാറും. പലർക്കും ഫീൽ ചെയ്യാറുണ്ട്, കൊള്ളാറുമുണ്ട്. ഞാൻ ഈ കാര്യത്തിൽ ബിനീഷിനൊപ്പം, അതിൽ വേറെ മാറ്റമൊന്നുമില്ല. ഒരു തെറ്റും ചെയ്തിട്ടില്ല ബിനീഷ്. ഇവനെയൊക്കെ പോലുള്ളവന്മാരാണ് കൂടെ വന്നു വിൽക്കുന്നവന്മാർ. അവൻ്റെ ആ സ്വഭാവം മാറിയണ്ട. കൊടുക്കാനുള്ള കാശ് തിരിച്ചു ചോദിച്ചപ്പോൾ അവൻ്റെ സ്വഭാവം മാറിയണ്ട. നീ എങ്ങനെയുള്ളവനാണെന്ന് എനിക്കറിയാമെന്ന്. മറ്റവൻ്റെ ജീവിതം നീ മുഞ്ചിച്ചോല്ല, നീ എന്നെ മുഞ്ചിക്കാൻ നോക്കണ്ടെന്ന്. എടാ, നാളെ എനിക്ക് ഉളുപ്പുണ്ടെന്ന് ചോദിക്കും നാട്ടുകാർ. ഇങ്ങനെ പോയാൽ ഇവനെയൊക്കെ പോലുള്ളവന്മാരാണ് സൂക്ഷിക്കേണ്ടത്. ഇവൻ്റെയൊക്കെ കൂടെ നിൽക്കുന്നവർ സൂക്ഷിക്കുക. കുതുകാലല്ല, കോണകം വരെ അടിച്ചുകൊണ്ട് പോകും. ഓക്കെ, ബിനീഷിന്റെ മറ്റൊരു പോസ്റ്റ് ഞാനൊന്ന് കൊടുക്കാം. സുഹൃത്ത് ബന്ധങ്ങൾ നശിക്കുന്നത് കടം കൊടുത്ത് തിരിച്ചു ചോദിക്കുമ്പോഴാണ്. കറക്റ്റാണ്. തിരിച്ചു ചോദിക്കുമ്പോൾ അത് കൊടുക്കാനുള്ള മാന്യത കാണിക്കണം. അല്ലാണ്ട് വന്നിരുന്ന് കൊണയല്ല അടിക്കേണ്ടത്. ബിനീഷ് പറയുന്ന കുറച്ച് വാക്കുകളിലേക്ക് പോകും. ഞാൻ ഒരുപാട് പേർക്ക് പൈസ കൊടുത്തിട്ടുണ്ട് കടമായിട്ട്. ഈ നമ്മുടെ ഒരു സുഹൃത്തുക്കളായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ പൈസ കടം മേടിക്കുന്നത്. ഒത്തിരി സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അതുപോലെ ഞാൻ ഒരുപാട് പേരെ കടം കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്. കടം കൊടുത്തു കഴിഞ്ഞാൽ എത്ര വല്ല സുഹൃത്തുക്കളാണെങ്കിലും നമ്മൾ തെറ്റും. പൈസ ഇല്ലാത്ത മേടിച്ച പൈസക്ക് എനിക്ക് തന്നിട്ടുണ്ട്. മനഃപൂർവ്വം തരാതിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇതുണ്ടെങ്കിൽ നമ്മളൊരു കാര്യത്തിന് വേണ്ടി സഹായിക്കണാണ്, പിന്നെ നമ്മൾ ശത്രുക്കളാണ് അവരുടെ. ചിലപ്പോൾ മേടിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും നമ്മുടെ അടുത്ത്. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയല്ലേ. ഞാനത് കാരണം ഞാൻ ആർക്കും ഇപ്പൊ കടം കൊടുക്കാറില്ല. സത്യം, കറക്റ്റാ. ബിനീഷ് പറഞ്ഞത് കറക്റ്റാ. കാശെന്ന് പറയുന്ന സാധനം കൊടുത്തിട്ട് തിരിച്ചു വയ്ക്കുമ്പം ഇവൻ്റെയൊക്കെ മുഖങ്ങൾ ചുളുങ്ങും. വാങ്ങിച്ചോണ്ട് പോകുമ്പം കുമ്പിട്ട് നിന്ന് വാങ്ങിച്ചോണ്ട് പോകും. കറക്റ്റാ ബിനീഷ, കറക്റ്റാ. അത് എനിക്ക് ഞാൻ അനുഭവിക്കുന്നതാണ്, അതുകൊണ്ട് എനിക്കറിയാം. ഓക്കെ, ഇവിടെ 1 രൂപയിലും നമ്മൾ ഉണ്ടാക്കിയ പൈസ മറ്റൊരുത്തൻ കടം വാങ്ങിച്ചോണ്ട് പോയിട്ട് തിരിച്ചു തന്നില്ലേ നമുക്ക് പൊള്ളൂടാ. അത് കൊടുത്തവനെ ആ ഫീൽ അറിയത്തുള്ളൂ. ഈ വാങ്ങിച്ചോണ്ട് പോകുന്നവന്മാർ വാങ്ങിച്ചുകൊണ്ടിരിക്കും, പലരെയും പറ്റിച്ച് ഇതുപോലെ വാങ്ങിച്ചുകൊണ്ടിരിക്കും. അവർക്ക് ഇതിന്റെ ഒരു സീരിയസ്നെസ് അറിയത്തില്ല. ഒരു ദിവസം നീയൊക്കെ ആർക്കെങ്കിലും കുറച്ച് പൈസ കൊടുക്കണം. കൊടുത്തിട്ട് അത് തിരിച്ചു കിട്ടാതെ ആവുമ്പോഴേ ആ ഫീല് നിനക്കൊക്കെ മനസ്സിലാവത്തുള്ളൂ. അല്ലാത്തടത്തോളം നിനക്കൊന്നും മനസ്സിലാവത്തില്ല. പിന്നെ നീ പറഞ്ഞല്ലോ ലക്ഷങ്ങൾ. എടാ, 1 രൂപയായാലും ലക്ഷങ്ങളായാലും അധ്വാനിച്ചുണ്ടാക്കിയ കാശിന് അതിൻ്റെതായ വിലയുണ്ട്. ഓക്കെ, അതുകൊണ്ട് നിനക്കൊക്കെ ലക്ഷങ്ങൾ മാത്രമായിരിക്കും ചിലപ്പോൾ കാശ്.
എടാ വാങ്ങിച്ചുകൊണ്ട് പോയി 5000 കൊടുക്കാൻ വേണ്ടിയിട്ട് കിടന്ന് മെഴുകുന്നുണ്ടല്ലോ, ലക്ഷങ്ങളൊന്നും ഞാൻ തരാനില്ലല്ലോ ആ സെറ്റപ്പിൽ. കൊടുക്കടാ, പിന്നെ കൊടുത്തുകൂടായിരുന്നു സമയത്തിന്. ഇപ്പൊ ഏറി കയറിയപ്പോ കൊടുക്കാൻ വേണ്ടി കാശ് കിട്ടിയല്ല പാനാവള്ളിക്ക്. ഇനി ഒരു കമന്റ് ആവുന്ന വായിക്കാം, എടുത്തു വെച്ചിരിക്കുകയാണ്. 1 രൂപയാണെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അത് കടം തന്നെയാണ്. നിങ്ങൾ ഇപ്പോഴും അയാൾക്ക് 5000 രൂപ കൊടുക്കാനുണ്ട്, എന്നിട്ടും വന്നിരുന്ന അയാളെ കുറ്റം പറയുന്നത് മോശമാണ്. അയാളുടെ പിറന്നാളിന് നിങ്ങളിട്ട ഈ പോസ്റ്റ് അല്ലേ അയാൾ മറുപടി തന്നത്. നിങ്ങൾക്ക് കാശ് തന്നാണ് അയാൾ ചെയ്ത തെറ്റ്. കറക്റ്റ് കാര്യമാണ്. ദീപ്തി പ്രവീണാണ് ഈ കമന്റ് ചെയ്തിട്ടുള്ളത്. കറക്റ്റ് കാര്യം, 100% ഞാൻ യോജിക്കുന്നു ദീപ്തി, കേട്ടോ. ഇതുപോലുള്ള വാണങ്ങളെ കാശ് കൊടുത്ത ബിനീഷാണ് ഇവിടെ തെറ്റുകാരനായ. എന്തുകൊണ്ട് തെറ്റുകാരനായി? കാശ് കടം കൊടുത്ത് തെറ്റുകാരനായി. ഇത് എല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ. കാശ് കൊടുക്കുന്ന എല്ലാവർക്കും ഇതൊരു പാഠം ആകട്ടെ. ഇതുപോലെ കാശ് കടം കൊടുത്തിട്ട് തിരിച്ചു ചോദിക്കുമ്പോൾ അവിഞ്ഞ മോന്ത കാണിച്ചു തരുന്ന അവസ്ഥ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യും. ഞാൻ ഈ കാര്യത്തിൽ ബിനീഷിനോടൊപ്പം 100%. ഇവനെ പോലെയുള്ള വാണാവള്ളികളെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം കാശ് വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോൾ കാണിക്കുന്ന കോണം അല്ല പിന്നെ അവൻ്റെയൊക്കെ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താക്കണ്ടേ. പുതിയ വീഡിയോ ഇടണം.